Hello friends, welcome to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോഗ്രാമിംഗ് പാരഡൈം സബ്ജക്റ്റില് മൊഡ്യൂൾ 6 വരുന്ന ടോപ്പിക് ആണ് റൺ ടൈം പ്രോഗ്രാം മാനേജ്മെന്റ് അതുപോലെ വിർച്വൽ മെഷീൻസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, റൺ ടൈം സിസ്റ്റം. അപ്പോൾ എന്താണ് റൺ ടൈം എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം റണ്ണിങ് ടൈമിനെയാണ് ശരിക്കും റൺ ടൈം എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രാം ലൈഫ് സൈക്കിൾ ഫേസസ് ഉണ്ട് അല്ലെ. അതായത് ഇപ്പോൾ കമ്പൈൽ ടൈം, അതുപോലെ ലിങ്ക് ടൈം, ഡിസ്ട്രിബ്യൂഷൻ ടൈം, ഇൻസ്റ്റാളേഷൻ ടൈം, ലോഡ് ടൈം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്, അതായത് പ്രോഗ്രാം ലൈഫ് സൈക്കിൾ ഫേസ് ആണ്. അതുപോലെ തന്നെ വരുന്ന ഒരു ഫേസ് ആണ് റൺ ടൈം. ഈ ഒരു റൺ ടൈം ഫേസിൽ അപ്പോൾ എന്താ സംഭവിക്കുക? ദാറ്റ് എക്സിക്യൂട്ട് ആൻഡ് കീപ്സ് എ പ്രോഗ്രാം റണ്ണിങ്. ഓക്കെ, ഇനി എന്താണ് റൺ ടൈം സിസ്റ്റം എന്ന് പറഞ്ഞാൽ എ റൺ ടൈം സിസ്റ്റം ഈസ് ആൻ എൻജിൻ ദാറ്റ് ട്രാൻസ്ലേറ്റ് എ ഗിവൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓർ ലാംഗ്വേജ് ഇൻ ടു മെഷീൻ കോഡ്. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ അതുപോലെ തന്നെ എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യണം, പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് എന്താവശ്യമാണ്? ഹാർഡ്വെയർ റിസോഴ്സസ് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കളക്റ്റഡ് മാനേജ് ഹാർഡ്വെയർ റിസോഴ്സ് അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിനൊക്കെ റെഫർ ചെയ്യാനായിട്ട് ഈ ഒരു റൺ ടൈം സിസ്റ്റം യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു റൺ ടൈം സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗിവൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ എക്സിക്യൂഷൻ മോഡലിനെ ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് ഈ ഒരു റൺ ടൈം സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എ റൺ ടൈം സിസ്റ്റം മെയിൻ ഫംഗ്ഷൻ ഈസ് ടു ഇംപ്ലിമെന്റ് പാർട്സ് ഓഫ് എൻ എക്സിക്യൂഷൻ മോഡൽ ഫോർ എൻ ഗിവൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതുപോലെ റൺ ടൈം സിസ്റ്റം യൂസ് ചെയ്തിട്ട് ലോ ലെവൽ ഫംഗ്ഷൻ അതുപോലെ തന്നെ ഹൈ ലെവൽ ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കും എന്ന് പറഞ്ഞാൽ അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ആവശ്യമെന്ന് പറഞ്ഞു, അതായത് ഹാർഡ്വെയർ റിസോഴ്സ് ആവശ്യമായിട്ട് വരും, സോഫ്റ്റ്വെയർ ആവശ്യമായിട്ട് വരും എന്ന് പറഞ്ഞു അല്ലെ. അതായത് ലൈബ്രറീസ് ഒക്കെ ആവശ്യമായിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഒരു പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമായിട്ട് വരുന്നോ അതിനൊക്കെ റെഫർ ചെയ്യാനായിട്ട് ഈ ഒരു റൺ ടൈം സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാം നടക്കുന്നത് ഈ ഒരു റൺ ടൈം ഫേസിലാണ് പ്രോഗ്രാം റണ്ണിങ് നടക്കുന്നത്. ഓക്കെ, runtime system refers to the set of libraries on which the language implementation depends for correct operation. അതായത് നമ്മൾ പറഞ്ഞു, അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറക്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം, അതിനുവേണ്ടി സെറ്റ് ഓഫ് ലൈബ്രറീസിനെ ഒക്കെ റെഫർ ചെയ്യുന്നത് ഈ ഒരു റൺ ടൈം സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടാണ്. ഇനി റൺ ടൈം സിസ്റ്റത്തിന്റെ കുറച്ച് പാർട്സുകൾക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് സബ് റൂട്ടീൻ ആർഗ്യുമെന്റ്സ് എന്നാണ്. ഓക്കെ, സം പാർട്സ് ഓഫ് ദി റൺ ടൈം obtain all the information they need from subroutine arguments. Then others require more extensive knowledge of the compiler or the generated program. ഇനി വരുന്ന ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പൈലറിനും അതുപോലെ തന്നെ റൺ ടൈം ഓപ്പറേഷനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കൺവെൻഷൻസ് ആണ് റൺ ടൈം സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി വരുന്നത് കുറച്ച് എക്സാമ്പിൾസ് ആണ്, അതായത് കമ്പൈലർ അതുപോലെ റൺ ടൈം ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗാർബേജ് കളക്ഷനിൽ കമ്പൈലറും അതുപോലെ തന്നെ റൺ ടൈം ഒരുമിച്ചാണ് വേണ്ടത്. പിന്നെ വരുന്നത് വേരിയബിൾ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ്, ദെൻ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, ഇവന്റ് ഹാൻഡ്ലിംഗ്, കോറൂട്ടീൻസ്, ത്രെഡ് ഇംപ്ലിമെന്റേഷൻ, റിമോട്ട് പ്രൊസീജിയർ കോൾ ആൻഡ് ഡൈനാമിക് ലിങ്കിങ്. അപ്പോൾ നേരത്തെ നമ്മൾ ആ ഒരു എക്സാമ്പിൾസ് കണ്ടു അല്ലേ. അപ്പോൾ ആ ഒരു എക്സാമ്പിൾസിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതായത് കമ്പൈലറും അതുപോലെ റൺ ടൈം സിസ്റ്റം ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യുന്നതാണ് നല്ലത് അല്ലെ. കമ്പൈലർ ആൻഡ് ദി റൺ ടൈം സിസ്റ്റം മസ്റ്റ് ബി ഡെവലപ്പ് ടുഗദർ. ഓക്കെ, ഇനി സം ലാംഗ്വേജസ് ഹാവ് വെരി സ്മോൾ റൺ ടൈം സിസ്റ്റം. ഓക്കെ, ആ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ most user level code required to execute a given source program is either generated directly by the compiler or contained in language independent libraries. അതായത് യൂസർ ലെവൽ കോഡിന്റെ കേസ് എടുക്കുമ്പോൾ അവിടെ കമ്പൈലർ യൂസ് ചെയ്തിട്ട് സോഴ്സ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലൈബ്രറീസ് ആവശ്യമാണ്. ഓക്കെ, ഇനി വരുന്നത് അതർ ലാംഗ്വേജസ് ഹാവ് എക്സ്റ്റെൻസീവ് റൺ ടൈം സിസ്റ്റം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ C# ആണ്. അപ്പോൾ C# ലാംഗ്വേജിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഹെവിലി ഡിപ്പെൻഡ് ഓൺ എ റൺ ടൈം സിസ്റ്റം ഡിഫൈൻഡ് ബൈ ദി കോമൺ ലാംഗ്വേജ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാൻഡേർഡ്. അതെന്ന് പറയുന്നത് കമ്പൈലർ ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റയായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഡാറ്റ ജനറേറ്റഡ് ബൈ ദി കമ്പൈലർ. നെക്സ്റ്റ് വരുന്നത് വിർച്വൽ മെഷീൻസ്. നമ്മൾ വിർച്വൽ മെഷീൻസ് ഒക്കെ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, പ്രീവിയസ് സെമിസ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ വിർച്വൽ മെഷീൻ എന്താ ചെയ്യുന്നത്? അതായത് ഒരു കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാണ് അല്ലെ? ഒരു വിർച്വൽ മെഷീൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു റിയൽ മെഷീന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ് അല്ലെ? വിർച്വൽ മെഷീൻസ് ആർ ആൻ എഫിഷ്യന്റ് ഐസൊലേറ്റഡ് ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ആൻ റിയൽ മെഷീൻ. ഈ ഒരു വിർച്വൽ മെഷീനിൽ അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് വരുന്നുണ്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വേണ്ട അതിന്റെ റിക്വയർമെന്റ്സ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു വിർച്വൽ മെഷീൻ എന്ന് പറയുന്നത് ഒന്നുകിൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആയിരിക്കാം അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കാം. ഓക്കെ, എ വിർച്വൽ മെഷീൻ ഈസ് എൻ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഓർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് നോട്ട് ഓൺലി exhibit the behavior of a separate computer, but it also capable of performing tasks such as running application and program like a separate computer. അതായത് ഈ ഒരു വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സെപ്പറേറ്റ് കമ്പ്യൂട്ടർ, ഒരു ഇൻഡിപെൻഡന്റ് ആയുള്ള ഒരു സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? അതായത് പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റും, പെർട്ടിക്കുലർ അപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ പറ്റും, ഓക്കെ ഒക്കെ പറ്റും. അതായത് ഒരു റിയൽ മെഷീന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ലെ? ഒരു എഫിഷ്യന്റ് ആയുള്ള ഒരു efficient and isolated duplicate of a real machine. ഈ ഒരു വിർച്വൽ മെഷീൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആയിട്ട് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് വിർച്വൽ മെഷീൻ ആർക്കിടെക്ചർ ഇന്റർഫേസ് ആണ്. അപ്പോൾ ഇവിടെ കാണാം, അതായത് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ അങ്ങനെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് തന്നെ അപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, പിന്നെ ലൈബ്രറീസ്, പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ? താഴത്തേക്ക് വരുമ്പോൾ ഹാർഡ്വെയർ ആണ്, അതായത് എക്സിക്യൂഷൻ ഹാർഡ്വെയർ, പിന്നെ സിസ്റ്റം ഇന്റർ കണക്ട് അല്ലെ, അതായത് ബസ്, പിന്നെ മെമ്മറി ട്രാൻസ്ലേഷൻ, ദെൻ IO ഡിവൈസസ് ആൻഡ് നെറ്റ്വർക്കിംഗ്, ദെൻ മെയിൻ മെമ്മറി. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വിർച്വലൈസേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് അറ്റ് ദിസ് ഒക്കേഷൻ. എവിടെയൊക്കെയാണ്? അതായത് ഫസ്റ്റ് വരുന്നത് ISA, അതായത് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ. പിന്നെ വരുന്നത് ABI, അപ്ലിക്കേഷൻ ബൈനറി ഇന്റർഫേസ്. പിന്നെ വരുന്നത് API, അതായത് അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വിർച്വലൈസേഷൻ നടത്താൻ പറ്റും. ഓക്കെ, ഇനി വിർച്വൽ മെഷീൻസ് തന്നെ പ്രോസസ് വിർച്വൽ മെഷീൻ വരുന്നുണ്ട്, സിസ്റ്റം വിർച്വൽ മെഷീൻ വരുന്നുണ്ട്. പ്രോസസ് വിർച്വൽ മെഷീൻ പ്രൊവൈഡ് ദി എൻവയോൺമെന്റ് നീഡഡ് ബൈ എൻ സിംഗിൾ യൂസർ ലെവൽ പ്രോസസ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ്, അപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ് വിർച്വൽ മെഷീനിൽ ഇൻസ്ട്രക്ഷൻ സെറ്റിന്റെ അൺപ്രിവിലേജ് സബ്സെറ്റ്, അതുപോലെ തന്നെ ലൈബ്രറി ലെവൽ ഇന്റർഫേസ് ടു IO അതർ സർവീസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് സിസ്റ്റം വിർച്വൽ മെഷീൻ ആണ്. ഈ ഒരു സിസ്റ്റം വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യാനായിട്ട് വേണ്ട എല്ലാ ഹാർഡ്വെയർ ഫെസിലിറ്റീസും ഈ ഒരു സിസ്റ്റം വിർച്വൽ മെഷീൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻക്ലൂഡിംഗ് ബോത്ത് പ്രിവിലേജ്ഡ് ആൻഡ് അൺപ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻ, മെമ്മറി മാപ്ഡ് IO, വിർച്വൽ മെമ്മറി ആൻഡ് ഇന്ററപ്റ്റ് ഫെസിലിറ്റീസ്, അതുപോലെ സംടൈംസ് റെഫർഡ് ടു ആസ് വിർച്വൽ മെഷീൻ മോണിറ്റേഴ്സ്. ഓക്കെ, ഓക്കെ, പ്രോസസ് വിർച്വൽ മെഷീൻസ് ഓൾസോ നോൺ ആസ് അപ്ലിക്കേഷൻ വിർച്വൽ മെഷീൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ. ഓക്കെ, വിർച്വലൈസേഷൻ ബിലോ ദി API ഓർ ABI. ഈ ഒരു കേസിൽ, അതായത് പ്രോസസ് വിർച്വൽ മെഷീൻസിൽ വിർച്വലൈസേഷൻ നടക്കണമെങ്കിൽ വിർച്വൽ റീസോഴ്സ് ആവശ്യമാണ് അല്ലെ? ഇവിടെ സിംഗിൾ പ്രോസസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിംഗിൾ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട വിർച്വൽ റീസോഴ്സ് ആണ് ഈ ഒരു പ്രോസസ് വിർച്വൽ മെഷീൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രോസസ് ക്രിയേറ്റ് ചെയ്തു. ഒരു പ്രോസസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതായത് അവിടെ ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ആ ഒരു പ്രോസസ് അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? ഈ ഒരു ക്രിയേറ്റ് ചെയ്ത വിർച്വൽ മെഷീനെ ഡിസ്ട്രോയ് ചെയ്യാണ്. ഓക്കെ, അതായത് ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കുകയാണ്. ഓക്കെ, ഓരോ വിർച്വൽ മെഷീൻസും ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കുകയാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് വരുന്നത് അപ്ലിക്കേഷൻ പ്രോസസ്, ദെൻ വിർച്വലൈസിംഗ് സോഫ്റ്റ്വെയർ, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഹാർഡ്വെയർ. അപ്പോൾ അതിൽ റൺ ടൈം അല്ലെ? ആ ഒരു റൺ ടൈമിൽ കണ്ടോ, അതായത് ഒരു പ്രോസസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ആവാണ്. അതിനുശേഷം ആ ഒരു പ്രോസസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിർച്വൽ മെഷീൻ ഡിസ്ട്രോയ് ചെയ്യാണ്. ഓക്കെ, അതാണ് കൊടുത്തിരിക്കുന്നത് പ്രോസസ് വിർച്വൽ മെഷീൻ. ഇനി ഈ ഒരു പ്രോസസ് വിർച്വൽ മെഷീനിൽ വരുന്നതാണ് മൾട്ടി പ്രോഗ്രാം സിസ്റ്റം. അതായത് നമ്മൾ പറഞ്ഞു പ്രോസസ് വിർച്വൽ മെഷീൻ ഓൾസോ നോൺ ആസ് അപ്ലിക്കേഷൻ വിർച്വൽ മെഷീൻ അല്ലെ? അവിടെ മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസിന്റെ കേസിൽ ഓരോ അപ്ലിക്കേഷൻസിനും സെപ്പറേറ്റ് ആയിട്ട് റീസോഴ്സിനെ അസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. പിന്നെ വരുന്നതാണ് എമുലേറ്റേഴ്സ്. അപ്പോൾ എമുലേറ്റർ എന്ന് പറയുന്നത് ഹാർഡ്വെയർ ആയിരിക്കാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയിരിക്കാം that enables one computer system to behave like another computer system.
ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഒപ്റ്റിമൈസേഴ്സ്. സെയിം ISA, അതായത് ISA നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡ് ഒപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യുന്നുണ്ട് ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ ആൻഡ് എക്സിക്യൂഷൻ. പിന്നെ വരുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് വിർച്വൽ മെഷീൻ ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ക്രോസ് പ്ലാറ്റ്ഫോം കോമ്പാറ്റബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിർച്വൽ മെഷീൻ യൂസ് ചെയ്തിട്ട് അബ്സ്ട്രാക്ട് മെഷീന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസിനെ ഹാർഡ്വെയറിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, programs written for an abstract machine which is mapped to real hardware through a virtual machine. അപ്പോൾ ഓരോ ലാംഗ്വേജസിനും എന്ത് വരുന്നുണ്ട്, വിർച്വൽ മെഷീൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. സൺ മൈക്രോ സിസ്റ്റം, ജാവ വിർച്വൽ മെഷീൻ, അതുപോലെ മൈക്രോസോഫ്റ്റ് കോമൺ ലാംഗ്വേജ് ഇൻഫ്രാസ്ട്രക്ചർ .NET ഫ്രെയിംവർക്ക്. ഇനി വരുന്നത് സിസ്റ്റം വിർച്വൽ മെഷീൻസ് ആണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം വിർച്വൽ മെഷീൻസിൽ വിർച്വലൈസ്ഡ് ഹാർഡ്വെയർ ബിലോ ദി ISA ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചറിന് ബിലോ ആയിട്ടാണ് വിർച്വലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, ഹാർഡ്വെയർ വിർച്വലൈസേഷൻ വരുന്നത്. അപ്പോൾ സിംഗിൾ ഹോസ്റ്റ് ക്യാൻ റൺ മൾട്ടിപ്പിൾ ഐസൊലേറ്റഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഈ ഒരു കേസ് തന്നെയാണ് ഒരു സിസ്റ്റം വിർച്വൽ മെഷീൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സിംഗിൾ ഹോസ്റ്റിന് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സർവേഴ്സ് റണ്ണിങ് ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ വരുന്നത് ഐസൊലേഷൻ, അതുപോലെ തന്നെ സെക്യൂരിറ്റി, ഇതെല്ലാം തന്നെ ഈ ഒരു സിസ്റ്റം വിർച്വൽ മെഷീൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഹാർഡ്വെയർ മാനേജ് ചെയ്തിരിക്കുന്നത് ഹാർഡ്വെയർ മാനേജ്ഡ് ബൈ ദി VMM, അതായത് വിർച്വൽ മെഷീൻ മാനേജർ. ആ ഒരു ഫിഗർ കാണാം. അതായത് ഫസ്റ്റ് വരുന്നത് അപ്ലിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടോ, വിർച്വലൈസ് സോഫ്റ്റ്വെയർ, ദെൻ ഹാർഡ്വെയർ. അപ്പോൾ ഈ ഒരു VMM, അതായത് വിർച്വൽ മെഷീൻ മാനേജർ യൂസ് ചെയ്തിട്ടാണ് ഈ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്തിരിക്കുന്നത്. ഇനി വിർച്വൽ മെഷീൻ മാനേജറിന് റീസോഴ്സുമായിട്ട് ഡയറക്റ്റ്ലി ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ഷൻസിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും, ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് വിർച്വൽ മെഷീൻ മാനേജറിന്റെ കേസ് പറയുന്നത്. ഇനി വരുന്നത് ഹോസ്റ്റഡ് വിർച്വൽ മെഷീൻ ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ ദാറ്റ് റിലീസ് ഓൺ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ആക്സസ് ഹാർഡ്വെയർ യൂസിങ് സെയിം ISA, സെയിം ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ അല്ലെ, സെയിം ISA യൂസ് ചെയ്തുകൊണ്ട് ഹാർഡ്വെയറിനെ അക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഹോസ്റ്റഡ് വിർച്വൽ മെഷീൻ. ഇനി വരുന്നത് ഓൾ സിസ്റ്റം വിർച്വൽ മെഷീൻ ആണ്. എമുലേറ്റ് ബോത്ത് ആപ്ലിക്കേഷൻ ആൻഡ് സിസ്റ്റം കോഡ് ഫോർ ഡിഫറെൻറ്റ് ISA. ഇനി പ്രൊസസ്സർ ഓർ റീസോഴ്സസ് ടൈം ഷെയർഡ്, അതുപോലെ ക്വാളിറ്റി ഓഫ് സർവീസ് ഐസൊലേഷൻ. അപ്പോൾ ഈ രണ്ട് കേസിലൊക്കെ എന്താവശ്യമായിട്ട് വരികയാണ്, അതായത് ഒരു സിംഗിൾ മെഷീനിൽ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റം വിർച്വൽ മെഷീൻ ആവശ്യമായിട്ട് വരികയാണ് അല്ലേ. സിസ്റ്റം വിർച്വൽ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഒരു സിംഗിൾ മെഷീനിൽ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഇൻസെക്യൂർ ഓർ ക്വസ്റ്റ്യനബിൾ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ബെറ്റർ ഡീബഗിങ്. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം വിർച്വൽ മെഷീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ജാവ വിർച്വൽ മെഷീൻ ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.